ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ മാനസയുടെ പാട്ടിന് ശേഷം ജഡ്ജസ്മാരുടെ ആങ്കർ മാനസയ്ക്കായുള്ള മാർക്ക് അന്വേഷിച്ചു. വിജയ് തമ്പി സാറും രേണുക മാമും മാർക്ക് നൽകിയതിനു ശേഷം പ്രിയ ഗായികയായ വിസ്മയുടെ നേരെ ആങ്കർ തിരിഞ്ഞു. വിസ്മയ മാനസയ്ക്കായി നൽകിയ മാർക്ക് എന്താണെന്നറിയാനായി ഏവരും കാത്തിരുന്നപ്പോൾ വിസ്മയ പറഞ്ഞു, മാനസ നല്ല രീതിയിൽ തന്നെ പാടിയെന്നും നല്ല താളബോധമുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഞാൻ മാനസയ്ക്ക് 10 മാർക്ക് തരുന്നു എന്ന് അറിയിച്ചു. അത് കേട്ടതോടെ മാനസ വളരെ സന്തോഷത്തോടെ താങ്ക്സ് പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങുന്നു. മാനസ ഇതോടെ വിജയിച്ചു കഴിഞ്ഞു എന്ന അഹങ്കാരത്തിൽ മഹിമയ്ക്കരികിലേക്ക് പോകുമ്പോൾ അടുത്തത് ശ്യാമയുടെ ഊഴമാണെന്ന് മനസ്സിലാക്കി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. ആനന്ദ നിലയത്തിൽ നിന്നെത്തിയ ഓരോരുത്തരും ശ്യാമയുടെ പാട്ട് കേൾക്കാനായി കാത്തിരിക്കുന്ന ആ നിമിഷത്തിൽ ശ്യാമ ആകെ അസ്വസ്ഥയായി നിൽക്കുന്നത് അഖിൽ ശ്രദ്ധിച്ചു. ശ്യാമയോട് അടുത്തത് ശ്യാമയുടെ ഊഴമാണെന്ന് അഖിൽ പറയുമ്പോൾ തനിക്ക് പാടാനാവില്ല എന്ന് തന്നെ ശ്യാമ ഉറപ്പിച്ചു നിന്നു. ഈ സമയത്ത് ഹോസ്പിറ്റലിലായിരുന്ന അപ്പു വല്ലാത്ത വിഷമത്തോടെ വാസുദേവനോട് പറഞ്ഞു. ലൈവ് ഷോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ അപ്പു അറിയിച്ചു, അച്ഛാ എനിക്ക് ശ്യാമേച്ചിയെ വിളിക്കണം, ശ്യാമേച്ചിയോട് സംസാരിക്കണം, ചേച്ചി ഇല്ലെങ്കിൽ പാട്ട് പാടില്ല, എനിക്കറിയാം, എൻ്റെ കാര്യം അറിഞ്ഞ് ചേച്ചിയാകെ വിഷമിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ശ്യാമേച്ചിക്ക് പാടണമെന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചാലേ പാടൂ, അതുകൊണ്ട് എനിക്ക് ചേച്ചിയെ വിളിക്കണം അച്ഛാ. അങ്ങനെ പറഞ്ഞതും വാസുദേവൻ അപ്പുകുട്ടനെ തടയുന്നു. തൽക്കാലം വിളിക്കേണ്ട മോനെ എന്ന് പറഞ്ഞ് അപ്പുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഡോക്ടർ എത്തുന്നു. എന്താ അപ്പു, എന്തു പറ്റി എന്ന് ഡോക്ടർ അന്വേഷിച്ചതും അപ്പു പറഞ്ഞു, ഡോക്ടറെ, ഞാൻ എൻ്റെ ശ്യാമേച്ചിയുടെ പ്രോഗ്രാം കാണുകയാണ്, ലൈവാണ്. ശ്യാമേച്ചി എൻ്റെ വിവരം അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ശ്യാമേച്ചിയെ വിളിക്കണം, ഇല്ലെങ്കിൽ ചേച്ചി പാടില്ല. പ്ലീസ് മാഡം, എനിക്ക് ശ്യാമേച്ചിയെ വിളിക്കണം. അത് കേട്ട ഡോക്ടർ വല്ലാത്ത ആശങ്കയോടെ തൽക്കാലം അങ്ങനെ ഒരു അനുമതി നൽകാൻ കഴിയില്ല എന്ന് അപ്പുവിനോട് പറയുന്നു. ഇപ്പോൾ അത് വേണ്ട അപ്പു എന്ന് പറയുമ്പോൾ അപ്പു വീണ്ടും വീണ്ടും ഡോക്ടറോട് കെഞ്ചി അപേക്ഷിച്ചു. എനിക്ക് ഇപ്പോൾ ചേച്ചിയെ വിളിക്കണം ഡോക്ടർ, പ്ലീസ് എനിക്കൊന്ന് വിളിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും നിർബന്ധിച്ചതുകൊണ്ട് അവസാനം ഡോക്ടർ പറഞ്ഞു, ശരി, കുറച്ചു നേരത്തേക്ക് മാത്രം ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞ് ഡോക്ടർ അതിന് സമ്മതം മൂളി അവിടുന്ന് മടങ്ങുമ്പോൾ വാസുദേവനോട് അപ്പു പറഞ്ഞു, അച്ഛാ എനിക്ക് ശ്യാമേച്ചിയെ വിളിച്ചതാ. അങ്ങനെ പറഞ്ഞതും വാസുദേവൻ ഫോൺ എടുത്ത് അതിൽ നിന്ന് അപ്പുവിന് വിളിക്കുവാനായി ഡയൽ ചെയ്ത് കൊടുത്തു. ഈ സമയത്ത് ശ്യാമ അടുത്തതായി പാടാനായി ഒരുങ്ങുന്നതിനെ കുറിച്ച് ആങ്കർ വന്ന് എല്ലാവരോടുമായി അറിയിച്ചു. മാനസ എല്ലാവർക്കും വളരെ കൃത്യമായ രീതിയിൽ പാട്ട് പാടുകയും അതുപോലെ തന്നെ മാനസ മാർക്കുകൾ വാരിക്കൂട്ടുകയും ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ഏവരും കാത്തിരുന്ന ശ്യാമയുടെ ഊഴമാണ്. നമ്മളെ ഏവരെയും മനോഹരമായ പാട്ട് ആലപിച്ചുകൊണ്ട് നമുക്ക് മുന്നിൽ ഇനി എത്തിച്ചേരുന്നത് ശ്യാമയാണ് എന്ന് അറിയിച്ചതും ആകാംക്ഷയോടെ ആനന്ദ നിലയത്തിൽ ഓരോരുത്തരും കാത്തിരുന്നു. അരുന്ധതിയും ഐശ്വര്യയും വസുന്ധരയും എന്തായാലും ശ്യാമ പാടില്ല എന്ന വിശ്വാസത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ അപ്പുവിൻ്റെ വിവരം അറിഞ്ഞ് പാടാനാകാതെ വല്ലാത്ത വിസമ്മതത്തോടെ അങ്ങനെ ശ്യാമ അവിടെ നിൽക്കുന്നു. അഖിൽ ശ്യാമയെ നിർബന്ധിച്ചു, ശ്യാമ അടുത്തത് താനാണ്, ചെന്ന് കയറ്, സമയം കളയാതെ. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, ഇല്ല സാർ, എനിക്ക് പാടാൻ കഴിയില്ല. എന്താണ് ശ്യാമയ്ക്ക് സംഭവിച്ചത് എന്നറിയാതെ വസുന്ധരയും ഐശ്വര്യയും പരസ്പരം നോക്കി. ഇനി അവിടെ ജഡ്ജായി വിസ്മയ എത്തിയത് കൊണ്ടായിരിക്കുമോ എന്ന ആശങ്ക എല്ലാവർക്കും ഉണ്ടാവുന്നു. അപ്പോഴേക്കും ശ്യാമ പാടാനായി പോകില്ല എന്നുറച്ച് ആകെ സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ശ്യാമയുടെ അരികിലേക്ക് പ്രോഗ്രാം ഹെഡ് ഓടിയെത്തി. ശ്യാമ, വേഗം ചെന്ന് പ്രോഗ്രാമിൽ പങ്കെടുക്ക്, പാർട്ടിസിപ്പേറ്റ് ചെയ്യേ, എല്ലാവരും ശ്യാമ ചെല്ലുവാനായി കാത്തിരിക്കുന്നു, ഇത് ലൈവാണ്, സമയം കളഞ്ഞൂടാ എന്ന് പറഞ്ഞ് അവർ ശ്യാമയെ നിർബന്ധിച്ചു. ശ്യാമ ഫ്ലോറിലേക്ക് കയറില്ല എന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ അവിടെ നിന്ന് എല്ലാവരും ടെൻഷനോടെ നോക്കി. അപ്പോഴേക്കും ശ്യാമ സങ്കടത്തോടെ പറഞ്ഞു, ഇല്ല മേഡം, എനിക്ക് പറ്റില്ല, എനിക്ക് പാടാനാവില്ല, എൻ്റെ അപ്പു എന്ന് പറഞ്ഞ് ശ്യാമ സങ്കടപ്പെടുമ്പോൾ അഖിലിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് അഖിൽ വേഗം എടുത്തു നോക്കിയതും ശ്യാമയോട് പറഞ്ഞു, ശ്യാമ, ദേ അപ്പു വിളിക്കുന്നു. ഉടനെ തന്നെ ശ്യാമ അതിശയത്തോടെ ഫോൺ അറ്റൻഡ് ചെയ്തു. കോൾ എടുത്തതും ശ്യാമേച്ചി എന്ന് അപ്പു വിളിച്ചത് കേട്ട് അതിശയത്തോടെ ശ്യാമ, മോനെ അപ്പു എങ്ങനെയുണ്ട്, എൻ്റെ മോനിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചതും അപ്പു പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല ശ്യാമേച്ചി, എനിക്ക് ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. എൻ്റെ ശ്യാമേച്ചി എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം, ഇന്നത്തെ ഈ മത്സരത്തിൽ ശ്യാമേച്ചി വിജയിക്കണം, എനിക്ക് വേണ്ടി ശ്യാമേച്ചി വിജയിച്ചേ പറ്റൂ. ശ്യാമേച്ചി വിജയിച്ചാൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയും, എൻ്റെ ഓപ്പറേഷൻ നടത്താൻ കഴിയും, അതുകൊണ്ട് എൻ്റെ ശ്യാമേച്ചി ജയിക്കണം. ശ്യാമേച്ചി ജയിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ പിന്നെ അപ്പുവിന് ശ്യാമേച്ചിയുടെ പാട്ട് കേൾക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇതെല്ലാം കേട്ടതും ശ്യാമ വിഷമത്തോടെ, മോനെ അപ്പു, നീ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞതും
അപ്പോഴും അപ്പു പറഞ്ഞു, ശ്യാമേച്ചി എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി എൻ്റെ ശ്യാമേച്ചി പാടണം എന്ന് പറഞ്ഞ് അപ്പു വേഗം ഫോൺ വെക്കുന്നു. ഇതെല്ലാം കേട്ടുനിന്ന ശ്യാമ ആകെ വിഷമത്തോടെ മോനെ അപ്പു എന്ന് വീണ്ടും വീണ്ടും ഫോണിലൂടെ സംസാരിക്കാൻ ശ്രമിച്ചിട്ടും കോള് കണക്റ്റ് ആകാതെ ആകെ വിഷമത്തോടെ നിന്നു. ഉടനെ അപ്പുവിൻ്റെ ഫോൺ കോൾ കൂടി വന്നതോടെ അഖിൽ ശ്യാമയെ സമാധാനിപ്പിച്ചു. എടോ പാടണം. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ശ്യാമയ്ക്ക് അപ്പുവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ താൻ വിജയിക്കണമെന്ന് ശ്യാമയോട് അഖിൽ അറിയിച്ചു. എല്ലാം കേട്ടിട്ടും ശ്യാമയ്ക്ക് ആത്മവിശ്വാസമില്ലാതെ ആകെ വിഷമത്തോടെ അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അവിടെ ആനന്ദ നിലയത്തിൽ നിന്ന് വന്ന ഓരോരുത്തരും ശ്യാമ എന്തുകൊണ്ട് പാടുന്നില്ല എന്ന ആശങ്കയിൽ അങ്ങ് നിന്നു. അപ്പോഴേക്കും ഉടനെ വീണ്ടും ആങ്കർ വിളിച്ചു പറഞ്ഞു, ഒരു അടിപൊളി പെർഫോമൻസുമായി നമ്മുടെ പ്രിയപ്പെട്ട ഗായിക ശ്യാമ ദാ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് വീണ്ടും ശ്യാമയോട് ചെല്ലാനായി പറയുമ്പോൾ വിസ്മയ ശ്യാമയുടെ വരവ് പ്രതീക്ഷിച്ച് ഇത്തവണ ശ്യാമയെ ഇതിൽ താൻ വിജയിക്കാൻ അനുവദിക്കില്ല എന്ന അഹങ്കാരത്തിൽ അങ്ങനെ നോക്കി. അപ്പോഴേക്കും ശ്യാമ വരാൻ അമാന്തം കാട്ടുന്നത് കൊണ്ട് എല്ലാവരും ടെൻഷനോടെ ശ്യാമയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് നോക്കുന്നു. ഈ സമയത്ത് ശ്യാമ വേഗം GK സാറിൻ്റെ അരികിലേക്ക് ചെല്ലുന്നു. ഈ ഒരു മത്സരത്തിൽ നിന്ന് സാറിനെ ഒഴിവാക്കിയ ആ ചാനലുകാരെ ശ്യാമയോടും GK സാറിനോടും കാണിച്ച അനീതിയെക്കുറിച്ച് ശ്യാമ വിഷമത്തോടെ ഓർത്ത് അരികിലേക്ക് ചെന്ന് GK സാറിനോട് പറഞ്ഞു, സർ എന്നോട് ക്ഷമിക്കണം. ശ്യാമ കൈകൂപ്പി GK സാറിനോട് ക്ഷമ ചോദിക്കുന്നത് കേട്ട് GK സാർ പറഞ്ഞു, ശ്യാമ എന്നോട് ക്ഷമയല്ല ചോദിക്കേണ്ടത്. എനിക്ക് വേണ്ടത് ശ്യാമയുടെ ഈ ഫ്ലോറിലുള്ള നല്ല പെർഫോമൻസ് ആണ്. ശ്യാമയെയും എന്നെയും അപമാനിച്ചവർക്കും നമ്മളെ മോശക്കാരാക്കിയവർക്കുമുള്ള മറുപടിയാണ് ശ്യാമ നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ മത്സരത്തിൽ ശ്യാമ വിജയിച്ചേ തീരും. അതാണ് ശ്യാമ എനിക്ക് വേണ്ടത്. തന്നെയും എന്നെയും ചേർത്ത് നടത്തിയ അപവാദങ്ങൾക്കുള്ള മറുപടിയും തിരിച്ചടിയും അതായിരിക്കണം. താൻ ഇന്നത്തെ ഈ മത്സരത്തിൽ വിജയിക്കണം. തളർന്നു പോകാതെ താൻ ഇന്ന് എല്ലാവർക്കും വേണ്ടി പാടണം. ഇന്ന് ഈ മത്സരത്തിൽ വിജയിയായി വരണം. അതാണ് എൻ്റെ ആഗ്രഹം എന്ന് GK സാർ ശ്യാമയോട് പറയുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടി വാക്ക് കേട്ടതോടെ ശ്യാമ ധൈര്യം സംഭരിച്ച് നേരെ ഫ്ലോറിലേക്ക് പോകാനായി തീരുമാനിക്കുന്നു. പ്രേക്ഷകരേവരും അവിടെ നിന്ന് കൈയടിച്ചതോടെ ശ്യാമ ഫ്ലോറിലേക്ക് കയറി പാടാനായി തയ്യാറായി. അങ്ങനെ അവസാനം ശ്യാമ ആകെ വിഷമത്തോടെ സ്റ്റേജിലേക്ക് കയറിയതും എല്ലാവരും ശ്യാമയുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നറിയാനായി കാത്തുനിന്നു. അപ്പുവും വാസുദേവനും ദേവകിയുമെല്ലാം ആ സമയത്ത് ശ്യാമയ്ക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയണേ എന്ന് മനമുരുകി പ്രാർത്ഥിക്കുന്നു. ശ്യാമ അവസാനം ആ സ്റ്റേജിലേക്ക് കയറിയതും ശ്യാമയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് തന്നെ ഓരോ തവണയും തന്നെ കുത്തി നോവിച്ച ഓരോരുത്തരുടെയും വാക്കുകളായിരുന്നു. അന്ന് അവിടെ ഓഡിഷനായി വന്ന സമയത്ത് മാനസയുടെ അമ്മ മഹിമ തന്നെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ, ഈ മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലേ എന്നും ഇവിടെ പെർഫോമൻസ് മാത്രമല്ല അതിനേക്കാൾ ഉപരി അവരുടെ അപ്പിയറൻസ് കൂടി എല്ലാവരും നോക്കുന്നതാണ് എന്നുമൊക്കെ അന്ന് മഹിമ കളിയാക്കിയതും അതിനുശേഷം ഐശ്വര്യയെടുത്തി പലതവണ തന്നെ ആ ഫ്ലോറിലെത്തി അപമാനിക്കാൻ ശ്രമിച്ചതും പിന്നീട് തൻ്റെ അമ്മയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിക്കൊണ്ട് അരുന്ധതിയും വിസ്മയും തന്നെ വെല്ലുവിളിച്ചതും അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഓരോ ദുരനുഭവങ്ങളും ശ്യാമയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു. അവസാനം വസുന്ധരാമയും തന്നെ ഒരു പാട്ടുകാരിയല്ല എന്നും തനിക്ക് പാടാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് എല്ലാവർക്കും മുന്നിൽ വെച്ച് തന്നെ അപമാനിച്ചതും തൻ്റെ കഴിവിനെ അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്ന ഓരോരുത്തരുടെയും തൻ്റെ നേരെ ഉണ്ടായിരുന്ന സമീപനത്തെക്കുറിച്ചോർത്ത് ശ്യാമ വിഷമത്തോടെ തൻ്റെ മനമൊരുകി പ്രാർത്ഥി ആ നിമിഷം പാടാനൊരുങ്ങി. അങ്ങനെ പ്രാർത്ഥനയോടെ കണ്ണനുള്ള അർച്ചനയായി ആ പാട്ട് ആലപിക്കുകയും ശ്യാമയുടെ ആ പാട്ട് കേട്ട് അവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരും സ്വയം മനം മറന്ന് അവിടെ അതിൽ അലിഞ്ഞു ചേർന്നു. അവസാനം ശ്യാമയുടെ പാട്ടിൽ അലിഞ്ഞു ചേർന്ന ഓരോരുത്തരും വസുന്ധരാമയും ഉൾപ്പെടെ പാട്ടുപാടി ശ്യാമ അവസാനിപ്പിച്ചതും അറിയാതെ അവർ പോലും കൈയടിച്ചു. ഈ കാഴ്ച കണ്ട ഐശ്വര്യ വസുന്ധരാമയുടെ കയ്യിൽ കടന്നു പിടിച്ചു. അമ്മേ എന്ന് വിളിച്ചതും താൻ പോലും അറിയാതെ കൈയടിച്ചു പോയെന്നും അത്രത്തോളം ആലാപനമായിരുന്നു ശ്യാമയുടെ നാവിൽ നിന്നുണ്ടായതെന്നുള്ള ആ സത്യം തിരിച്ചറിഞ്ഞ വസുന്ധര ശ്യാമയെ തകർക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം വിസ്മയെ ജഡ്ജസ് പാനലിലേക്ക് കയറ്റിവിട്ടതിലും എല്ലാം ഓർത്ത് ആകെ വിഷമത്തോടിരിക്കുമ്പോൾ ശ്യാമയുടെ പാട്ട് കേട്ടിരുന്ന ആനന്ദ നിലയത്തിൽ നിന്നെത്തിയ ഓരോരുത്തരെയും കണ്ണുകൾ ഈർന്നണിഞ്ഞു. ശ്യാമ അത്രത്തോളം ഹൃദയം തുറന്ന് പാടിയതിൻ്റെ ആ ഒരു അഭിനന്ദനം എല്ലാവരിൽ നിന്നും ശ്യാമയ്ക്കായി എത്തി. അങ്ങനെ ശ്യാമയുടെ പാട്ട് കേട്ട് കണ്ണുകൾ നിറഞ്ഞ് ആനന്ദവർമ്മയും അരുണും അമൃതേടത്തിയും ആദിയേട്ടനും എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ശ്യാമയുടെ പാട്ട് ഏവരെയും അത്രത്തോളം ഹൃദയമുള്ളതാക്കി മാറ്റിയെന്ന് മനസ്സിലാക്കിയതോടെ മാനസയുടെ അമ്മ മഹിമയും ഇത്തവണ ഈ മത്സരത്തിൽ വിജയിക്കാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെട്ടു. അവർ ആകെ പരിഭ്രമത്തോടിരിക്കുമ്പോൾ ശ്യാമ
ആ പാട്ട് പാടി അവസാനിപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. ഈ കാഴ്ച കണ്ട ദേവികയും വാസുദേവനും അപ്പുവും ചാനലിലൂടെ ടി വിയിലൂടെ ലൈവായി അതെല്ലാം കണ്ട് അവരും അവിടെ ഇരുന്ന് കൈയടിച്ച് മകളുടെ ആ ഒരു പ്രകടനത്തെ സന്തോഷം പങ്കുവച്ചു. അതിനുശേഷം ശ്യാമ പാട്ട് പാടി അവസാനിപ്പിച്ചതും ഫ്ലോറിൽ നിന്ന് പൊട്ടിക്കരയുന്ന ശ്യാമയെ കണ്ട് അവിടുത്തെ ജഡ്ജസ് പാനലുണ്ടായിരുന്ന രേണുക മാം വേഗം അരികിലേക്ക് ഓടിയെത്തി. അരികിൽ ചെന്ന് ശ്യാമയെ ചേർത്ത് പിടിച്ച് നന്നായി വരും എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ശ്യാമയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ശ്യാമയെ ചേർത്ത് പിടിച്ച് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് അവിടെ ആ പാട്ട് കേൾക്കാനായി എത്തിയ ഓഡിയൻസും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ശ്യാമയുടെ പാട്ടിൻ്റെ ആ സന്തോഷം പങ്കുവെച്ച് ശ്യാമയെ അഭിനന്ദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇത്തവണ ഈ മത്സരത്തിൽ ആരായിരിക്കും വിജയി എന്ന് സംശയിച്ചു നിന്നവരെല്ലാവരും ശ്യാമയാണ് ഇതിൽ വിജയിച്ചതെന്ന സന്തോഷം അങ്ങനെ അറിയിച്ചു. ഈ സമയത്ത് അഖിലും ശ്യാമയ്ക്ക് ഇതുപോലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനായി കഴിഞ്ഞതിൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് കൈയടിച്ച് ശ്യാമയോട് സന്തോഷം അറിയിക്കുമ്പോൾ അരുന്ധതിയും വിസ്മയയും ഇവിടെ തോറ്റുപോകുമോ എന്ന സംശയത്തിൽ ആശങ്കപ്പെട്ടു നിന്നു. അപ്പോഴേക്കും ശ്യാമയെയും മാനസയെയും ഫ്ലോറിലേക്ക് വിളിച്ച് ആങ്കർ അരികിലേക്കെത്തി. നമ്മളേവരും കാത്തിരിക്കുന്ന ആ മുഹൂർത്തമാണ് എത്തിക്കഴിഞ്ഞതെന്നും ഇഞ്ചോടിഞ്ച് മത്സരം നമുക്ക് മുന്നിൽ ഇവിടെ നടന്ന അതിൻ്റെ ഇനി ഫലപ്രഖ്യാപനമാണ് അടുത്തതായി നമുക്കായി കാത്തിരിക്കുന്നതെന്ന് അറിയിച്ചുകൊണ്ട് ശ്യാമയുടെയും മാനസയുടെയും പ്രകടനത്തിൽ ആരാണ് വിജയിയായതെന്നറിയാൻ ആകാംക്ഷയോടെ ഏവരും കാത്തിരിക്കുമ്പോൾ ജഡ്ജസിൻ്റെ മറുപടിക്ക് പ്രത്യേകിച്ച് വിസ്മയ എന്ത് പറയുമെന്നറിയുവാനായി ഏവരും കാത്തുനിൽക്കുന്നു.